ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് തരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. കാരണം ഇത് കണ്ടിട്ട് ഒരു സ്റ്റുഡന്റിനെങ്കിലും ഉപകാരപ്രദമായാൽ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ഫാമിലിക്ക് വലിയൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് മിസ്സാകാതിരിക്കാൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ സപ്പോർട്ടും എക്സാം സപ്പോർട്ടും മറ്റ് അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സുകൾ കൂടി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കംപ്ലീറ്റ് കോളേജ് ഫീസും അടയ്ക്കുന്ന മീൻസ് അത് സ്കോളർഷിപ്പായിട്ട് തരുന്ന ഡയറക്റ്റ് ഫീസ് അടച്ച് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് തരുന്ന ഒരു കിഡ്ലിയൻ സ്കോളർഷിപ്പാണ് പറയാൻ പോകുന്നത്. ഈ വർഷത്തെ ഇത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ ഒന്നെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് വെച്ചേക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ഈ കോഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്കോളർഷിപ്പ്, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനി ഒരിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലർ മെനക്കെട്ടിരുന്ന് ChatGPTയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കുട്ടികളും ഉണ്ട്. ഹെഡ്സ് ഓഫ്. ഓക്കെ, എനിവേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പോലും അത്തരത്തിൽ സെർച്ച് ചെയ്തിരുന്ന് പലതിനും അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇൻസൈറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സുകളായിട്ട് തരുന്നത്. അപ്പോൾ നോക്കുക, ഭാരതി എയർടെൽ സ്കോളർഷിപ്പ് എന്നാണ് പേര്. എയർടെൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാം, ഇതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് നോക്കാം. എലിജിബിലിറ്റി ഞാൻ പറയാണ്: കൺഫേംഡ് അഡ്മിഷൻ ഇൻ ദി ഫസ്റ്റ് ഇയർ ഓഫ് ദി UG പ്രോഗ്രാം ഓർ 5 ഇയർ ഇന്റഗ്രേറ്റഡ്. അതായത് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാപ്പ് വന്നിട്ട് ഡിഗ്രിയിൽ ചേരുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾ UGയിൽ മീൻസ് ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ കൺഫേം ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലികോം, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസസ് മീൻസ് BSCയിലും കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ കിട്ടും കേട്ടോ. ഡേറ്റ സയൻസ്, എയറോസ്പേസ്, എമർജിംഗ് ടെക്നോളജീസ് ലൈക്ക് AE, IoT, AR, VR, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്. Then the institution must be among the top 50 NIRF റാങ്ക് ഇൻ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നിങ്ങൾ കേരളത്തിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും ഈ NIRF റാങ്കിൽ ടോപ്പാണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഹൈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം, എങ്കിൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് അറിയാൻ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് 2025 ലിസ്റ്റ് അനുസരിച്ച് NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 50 യൂണിവേഴ്സിറ്റീസ് എടുക്കുക. അതിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് നോക്കുക. എങ്കിൽ അതിനുള്ള കോളേജിലെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ട് വേണമല്ലോ. പിന്നെ അതാണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി. ദെൻ അത് കൂടാതെ തന്നെ അവർ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്. റെസിഡൻസി മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ദെൻ 8 ലക്ഷത്തിന് കൂടുതൽ ആനുവൽ ഇൻകം, ഫാമിലി ആനുവൽ ഇൻകം കൂടാൻ പാടില്ല. ദെൻ വേറെ ഒരു തരത്തിലുള്ള സ്കോളർഷിപ്പുകളും കിട്ടുന്ന വ്യക്തി ആയിരിക്കരുത്. ഇത്രയാണ് എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. സോ ഭാരതി എയർടെൽ സ്കോളർഷിപ്പിന്റെ റിവാർഡ്സ്: ഫുൾ ട്യൂഷൻ ഫീ കവറേജ്, ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീ കവറേജ്, ദെൻ എന്താണ് മെന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ടെക്നോളജി സപ്പോർട്ട്, ഇന്റേൺഷിപ്പ് സപ്പോർട്ട് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാരന്റ്സിലേക്ക് അയച്ചു കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.